സീനിലേക്ക് പോവുകയാണ്. അടുത്ത സീനിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ അടുത്ത സീനിൽ കാണിക്കുന്നത് തിലകൻ ചേട്ടൻ ഗേറ്റ് കടന്ന് കയറി വരുന്നു. അവിടുത്തെ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണറാണ്. പുള്ളി കയറി വരുന്നു. അപ്പോൾ പുള്ളി നടന്നു വരുമ്പോൾ ചോദിക്കുന്നു, എടോ അവന്മാർ എവിടെ? ആദ്യത്തെ പൈസ മാത്രം തന്നിട്ട് തങ്ങാമെന്ന് കരുതിയോ? ഇത് നടത്തുന്നതിന് ചിലവുണ്ട്. തനിക്കും തരണ്ടേ 4000? എത്രയും പെട്ടെന്ന് നിർത്തി പോകാൻ പറയണം. വാടക തരാതെ ഒറ്റ എണ്ണം ഇവിടെ കണ്ടേക്കരുത്. എടോ താൻ എവിടാ? ചത്തോ? പണ്ടാരടങ്ങിയോ? ഓഹോ, ഓ പകല് കാണില്ല, വേറെ പലയിടത്തും പോയി കാണും. അത് ശരിയാണല്ലോ, രാത്രി മാത്രമല്ലേ ഉള്ളൂ ഇവിടെ സെക്യൂരിറ്റി. എന്നിട്ട് ഈ വാടകക്കാരുടെ ഓരോ റൂമിൽ കയറി നോക്കുക. പലരും അവിടെ ഇല്ല. പക്ഷേ നിവിൻ്റെയും ആസിഫിൻ്റെയും റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ പുതച്ച മൂടി കിടപ്പുണ്ട്. ഇവിടെ കിടക്കുകയാണോ? ഇതിവിടെ പറ്റില്ല കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് അവിടെ തലയണ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തത് ബാത്റൂമൊക്കെ ചെക്ക് ചെയ്യുകയാണ്, ക്ലീൻ ആണോ എന്നറിയാം. അപ്പോൾ ബാത്റൂമിനകത്ത് നിവിൻ മരണപ്പെട്ട് കിടക്കുകയാണ്. അത് ഒറ്റ നോട്ടത്തിൽ കൊലപാതകമാണെന്നുള്ള അത് നമുക്ക് തോന്നും. ആ രീതിയിൽ ചതിച്ചല്ലോടാ, എൻ്റെ മക്കളെ പോലെയാണ് നിന്നെയൊക്കെ കണ്ടത്. ഇത് എന്തിനാര് ചെയ്തു എന്ന് തിലകനേട്ടൻ വിഷമത്തോടെ പറയുന്നു. പിന്നെ അവിടെ പോലീസ് വരുന്നു.